आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए दृश्यम 2 मूवी के सीन 4 का रिएक्शन। और ये मूवी जो है ना, मैं बहुत ज़्यादा आगे पीछे खींच रही है और अभी धीरे धीरे इंटेंसिटी जो है ना वो बढ़ती जा रही है। और अब मुझे लग रहा है कि अभी और कुछ खतरनाक होने ही वाला है सच में। और स्टार्टिंग में ना मेरे को थोड़ी ये मूवी स्लो लग रही थी, मुझे लग रहा था कुछ दिखा नहीं रहे हैं, बस डर डर का माहौल बना के रखा है। मैं एक्सपेक्ट करती हूँ कि आगे ये थोड़ी इंटरेस्टिंग बनेगी भाई। और मुझे आप पता है कहीं ना कहीं डाउट लग ही रहा है, क्योंकि जिस तरीके से ना जो सारी सिचुएशंस को एस्केप करने की कोशिश कर रहे हैं ना बार बार, और बार बार है ना वो कहते हैं ना चीजें घूम के वापस आ ही जाती है, तो कहीं ना कहीं इनके साथ भी कोई ऐसा टकरा ही जाता है यार बार बार। देखते हैं आगे क्या होगा, तो आप भी देखो, देखते हैं। लेट्स स्टार्ट। तो कहीं नहीं जाते अब इनके पर साथ। औरतों की इंट्यूशन तेज होती है पर मेन चीज ये भी है कि मेन बात तो उन्हीं को ही पता है, तो उनका यही है कि कुछ भी बोलने दो। क्या मेन बात, उसकी छोटी बेटी को पता तो है नहीं, बट बॉडी कहाँ है वो सिर्फ तो उन्हीं को पता है। ये नहीं बात पता है, किसी को नहीं पता। और बताया ही नहीं उन्होंने। ओले सबू ने देख लिया। साले ने। ഇന്നെന്നാ പറ്റി ഉച്ചക്കുർബാനയ്ക്ക്? ഞാൻ രാവിലെ കുറെ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അനുന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാരും ഇന്ന് രാവിലെ പോയത്. ആഹാ, അടിച്ചു പൊളിച്ചു അല്ലേ? പിന്നല്ലാതെ. ജോർജ് കുട്ടി എറണാകുളം പോയി, നാളെ വരുള്ളൂ. കിടക്കാനോ? ओले ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര आ जाएगी। എന്നാലും ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? സാബുവിന് എന്നെ വലിയ പിടുത്തമില്ല അല്ലേ? അവൻ എന്നെ തന്നെ പിടുത്തമല്ല പിന്നെ. मुझे ही नहीं बात पसंद सही करता। होगी। എന്നാ ശരി ശരി. ये आंटी अच्छी है। മേരി കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഞാനും എൻ്റെ മോനും എങ്ങനെ ജീവിച്ചെന്ന് അമ്മച്ചിക്ക് അറിയാലോ. എൻ്റെ കൂടെ പിറപ്പ് പോയി, എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു. ഞാനിപ്പോ ജീവിക്കുന്ന എൻ്റെ മോന് വേണ്ടിട്ടാ. ആ പാവം എന്ത് കഴിച്ചമ്മച്ചി. അമ്മച്ചിക്ക് എപ്പോ വേണേലും ഇവിടെ വരാം. नहीं आने दूंगी। बट नॉट हिम। പക്ഷെ അയാളുമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മച്ചി. മോളുടെ വിഷമമൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവനത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് മോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇനി ഈ ഒരു ആവശ്യം പറഞ്ഞ് ഇനി ഇവിടെ പറ്റില്ല. उन्होंने भी स्ट्रेट फॉरवर्ड ही बात किया, कुछ ज्यादा फेस्टर नहीं किया। ക്ഷമ വേണം, हाँ, സമയം എടുക്കും. पर ऐसा लग रहा है कि वो टूट सकती है, ये कर सकते हैं। ये यार उस रात भी बारिश हो रही थी। बारिश और बिजली तो हॉन्ट ही करती है। पर केरला में तो बारिश वैसे ही बहुत ज्यादा होती है। ചേച്ചി ഉറങ്ങുന്നില്ലേ? ഇതുപോലെ മഴയുള്ള ഒരു ദിവസമായിരുന്നു. ओह, तो ये इनको कुछ बता ना दे। എനിക്കിപ്പോ ഇതുപോലെയുള്ള ദിവസങ്ങൾ പേടി. ചേച്ചി അതൊന്നും പറയാതെ വന്ന് കിടക്കാൻ यार इनका रूम कितना कोजी है ना। ഇന്നലത്തെ സംഭവം കഴിഞ്ഞതോടെ എന്തോ അപകടം വരാൻ പോകുന്നു എന്നൊരു തോന്നല്. എന്റെ പ്രശ്നം ജോർജ് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ജോർജ് കുട്ടി എന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാം വളരെ ലാഘവത്തോടെ എടുക്കാൻ ജോർജ് കുട്ടിക്ക് സാധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകൾ ചേട്ടനെ അറിയിക്കേ. ചേച്ചി കാര്യങ്ങൾ തുറന്നു പറ, ചേട്ടനത് മനസ്സിലാവും. പലതവണ ശ്രമിച്ചതാ. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോ അതിനെ കുറിച്ച് ഇവിടെ സംസാരം വേണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമോ? उनके दिमाग में सब प्लान्ड है, उन्होंने ऑलरेडी कर दिया है ना सब। पर ये होता है पता है, तुम्हें जब नॉलेज नहीं है ना तो तुम्हें ज्यादा डर होता है। ओ ये क्या? What? साबू What? Oh my God, ये दोनों इम्प्लांट हैं। तो ये ड्रामे करता था इसको मारने के। हाँ। Oh my God। ये तो चीज़ सरिता नहीं तो पता सुनना ही चाहती है, वो तो रोज चाहेगी उसके साथ सोए। थी। हाँ।
ഇത് സാബു, ഇത് സരിത. സർ ഇവര് ഷാഡോ ഷാഡോ പുലിസ്. Shadow police. क्या बात है മനസ്സിലായല്ലോ? കഴിഞ്ഞ 2 വർഷമായിട്ട് അവരോട് താമസിച്ച് ജോർജ് കുട്ടിയും കുടുംബത്തെയും വാച്ച് ചെയ്യുന്നുണ്ട്. ജോർജ് കുട്ടിയുടെ വീട് നമ്മൾ പങ്കിട്ടുണ്ട്. We have bugged house. ആ ബെഡ്റൂം, ഡൈനിങ് റൂം, പിന്നെ മൂത്ത പെൺകുട്ടിയുടെ മുറി, അല്ലേ സാർ? അതെ സാർ, അവരുടെ സംസാരങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് സാർ. കേസിന് ഗുണകരമായ എന്തെങ്കിലും ഈ വരുണിനെ കുറിച്ചോ ഈ കേസിനെ കുറിച്ചോ അവരുടെ വീട്ടിൽ कभी वो बात नहीं करते. ജോർജ് കുട്ടി ഇത് വിലക്കിയിരുന്നതാണ്. അതിന്റെ അസ്വസ്ഥത റാണി ചേച്ചിയിലും സോറി സർ യൂസ്ഡ് ആയതുകൊണ്ടാണ്. റാണിയിലും മൂത്ത മകൾ അഞ്ജുവിലും ആ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇവരെ കൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കലായിരുന്നു ഞങ്ങൾ. हाँ. അതില് ചെറിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾ 3 പേരുമായിരിക്കും ഈ ഇൻവെസ്റ്റിഗേഷനിൽ എന്റെ കോട്ടി. സർ You will keep all information confidential and you will report only to me. Ooh. Now, before I proceed, listen. അതായത് വരുൺ പ്രഭാകർ എന്ന ചെറുപ്പക്കാരൻ അഞ്ജു എന്ന പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ നേക്കഡ് വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ കൊല്ലം. ठीक है. ഇളയ മകളുടെ മൊഴിയിൽ നിന്ന് അമ്മയും ചേച്ചിയും കൂടി രാത്രി എന്തോ ചാക്കിൽ പിടിച്ചിരുന്നു. അന്ന് ഈ ജോർജ് കുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോ ജോർജ് കുട്ടിയുടെ മൂത്ത മകളോ ഭാര്യയോ ആയിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് വ്യക്തതയില്ല. പിന്നെ ബോഡി എവിടുന്ന് മാറ്റിയതായി അറിയാൻ നമുക്ക് സാധിച്ചു. ഇതെന്ന് മാറ്റി, कब? എങ്ങോട്ട് മാറ്റി, कहाँ गई? ആര് മാറ്റി, किसने ഇതിനെക്കുറിച്ച് ആ കുടുംബത്തിൽ ആർക്കൊക്കെ അറിയാം? ഇതൊക്കെയായിരുന്നു നമ്മുടെ മുന്നിൽ സോളിഡ് ക്വസ്റ്റ്യൻസ്. ജോർജ് കുട്ടിയുടെ മൂത്ത മകളാണെന്ന് ഇപ്പോൾ വ്യക്തമായി. ജോർജ് കുട്ടിയുടെ ഭാര്യ സരിതയോട് പറഞ്ഞത് उसने कह दिया था ना कि उसने ऐसा कर दिया. वो था दैट्स व्हाई उसने किया. ओह. सो ഈ दो കഴിഞ്ഞ ചേച്ചി. ദിവസം हाँ. സരിതയ്ക്ക് മറ്റൊരു ഇൻഫർമേഷൻ കൊടുത്തു. അപ്പൊ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകൾ ചേട്ടനെ അറിയിക്കും. ചേച്ചി കാര്യങ്ങൾ തുറന്നു പറ, ചേട്ടനത് മനസ്സിലാവും. പലതവണ ശ്രമിച്ചതാ, പേടിപ്പിക്കും. अरे यार. അതിന് കാരണം എന്താണെന്നറിയോ? ജോർജ് കുട്ടി ചേട്ടനെ എല്ലാത്തിനെയും കുറിച്ച് നല്ല ധാരണ. ചേച്ചിക്ക് അതില്ല. അതുകൊണ്ടായി പേടി. എന്റെ ഊഹം ശരിയാണെങ്കിൽ അഞ്ജുവിന് ഈ പ്രശ്നമുണ്ട് ഇല്ലേ? वो ये फोर्स कर रही है ताकि ये लोग जॉर्ज कुटी से जाने. എനിക്ക് ചേട്ടനോട് യോജിക്കാനാവാത്തെ. ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ചേട്ടൻ നിങ്ങളെ बात करो. നിങ്ങൾ തമ്മിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാതെ എങ്ങനെയാ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും? ഓഹോ ഹോ. क्या गेम പൊതുവെയുള്ള खेली है. ജനസംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. ആ ബോഡി കിട്ടാത്തിടത്തോളം കാലം പോലീസുകാർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാ ചേച്ചി പേടിക്കുന്നത്? അനുമോളത് എവിടെയാണെന്ന് ആ പയ്യനോട് പറഞ്ഞു എന്ന് ചേച്ചി പേടിക്കുന്നുണ്ടോ? ഏയ് ആ പേടി अनु को भी नहीं पता है. ഞങ്ങളെ ആരെയും അറിയിക്കാതെ പിറ്റേന്ന് ജോർജ് अरे shifted it the next day. क्या बता रही है? ഞങ്ങളുടെ സുരക്ഷയെന്ന് ജോർജ് കുട്ടി പറയുന്നു. अरे यार. अब इन लोगों को क्लियर पता है कि सिर्फ जॉर्ज कुटी को पता है. ഇതാണ് നമ്മുടെ ചെറിയ ബ്രേക്ക്. വരുണിന്റെ ബോഡി കണ്ടെത്തുക എന്നതായിരുന്നു ഈ കേസിലെ ക്രൂഷ്യൽ പോയിന്റ്. പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിച്ചു. ജോർജ് കുട്ടിയുടെ പുരയുടെ മരിച്ചു വളർത്തി സംശയമുള്ളിടത്തെല്ലാം കുറിച്ചു. അയാളുടെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്താൽ ഫോറസ്റ്റ് ഏരിയ. പോലീസ് ആ സാധ്യതയും പറ്റുന്ന പോലെ പരിശോധിച്ചു. फॉरेस्ट भी छान लिया. 2 തവണ കോടതിയുടെ അനുവാദത്തോടെ അയാളെയും കുടുംബത്തെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇനി ഒരു സോളിഡ് പ്രൂഫ് ഇല്ലാതെ കോടതിയിലേക്ക് വരരുതെന്ന് കോടതി താക്കീത്. ले कोर्ट से भी गाली खा ली लोगों ने. പോലീസിന് ഈ കേസ് അന്വേഷിക്കാൻ തന്നെ മതി. കാരണം ജനങ്ങളും മീഡിയ ഇതൊന്നും ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ കേസ് 6 साल से सीक्रेटली फॉलो कर रहे हैं. ഞാൻ സാബുനെയും സരിതയും ആക്കി. പിറ്റേന്ന് തന്നെ ബോഡി മാറ്റിയെന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും സർ? വിശ്വസിക്കാം. കാരണം ഹ്യൂമൻ ബോഡിയുടെ റിമെയിൻസ് എന്തെങ്കിലും കണ്ടെത്തുമെന്ന് അറിയാനായി ഞങ്ങൾ അന്ന് തന്നെ ആ കുഴിയിലെ മണ്ണെടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. Okay. നോട്ട് ഈവൻ എ സിംഗിൾ ട്രേസ് വാസ് ഫൗണ്ട്. वाओ. അങ്ങനെയെങ്കിൽ പിറ്റേന്ന് തന്നെ മാറ്റിയെന്നുള്ളതിന് ഇപ്പൊ എന്താണ് സർ ഇമ്പോർട്ടൻസ്? ആ ഡേറ്റ് ഓഗസ്റ്റ് ये तो बहुत सुना था पिछले में. ശ്രദ്ധിച്ചു. ഓഗസ്റ്റ് 2-നാണ് വരുൺ പ്രഭാകർ കൊല്ലപ്പെടുന്നത്. ആ ദിവസം തന്നെയാണല്ലോ थर्ड और फोर्थ को करे ना वो लोग रिट्रीट सेंटर. ഓഗസ്റ്റ് 2-ാം തീയതി രാത്രി അത് തൊടുപുഴയ്ക്കപ്പുറത്തുള്ള മുല്ലശ്ശേരിയിൽ ഒരു പാറ Right. തിരികെ തൊടുപുഴ ടൗണിലെത്തി ഹോട്ടൽ ബില്ലും सारी चीजें करी. വൈകുന്നേരത്തെ KSRTC ബസ്സിൽ കയറി അയാൾ തിരിച്ച് വീട്ടിലെത്തി. രാത്രി ഒരു 9 മണിയോടുകൂടി വീട്ടിലെത്തിയ ജോർജ് കുട്ടി കുടുംബം ഉറങ്ങിയതിനു ശേഷം ആ ബോഡി അവിടെ നിന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കായിരിക്കും ജോർജ് കുട്ടി ആ ബോഡി എടുത്തത്? कुछ रात के टाइम. വീട്ടുകാരെ നേരത്തെ എടുത്ത് ഉറക്കിയാലും നാട്ടുകാർ ഉറങ്ങണ്ടേ? അത് മാത്രമല്ല ബോഡി വെച്ചിട്ട് സ്ഥലം മെയിൻ റോഡിൽ നിന്ന് നോക്കിയേക്കാം. ഒരു 12 മണി
12 बजे ഓക്കെ ഈ ബോഡി കുഴിച്ചെടുത്ത് ജീപ്പിക്കട്ടെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ऑफ कोर्स അപ്പൊ സമയം എത്രയായി 1 बजे അതായത് ഓഗസ്റ്റ് 4-ാം തീയതി രാവിലെ 1 മണി हाँ വേറൊരിടത്ത് ബോഡി കുഴിയെടുത്ത് മൂടാൻ കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും ഉണ്ട് 100%. ഇത് കഴിഞ്ഞ് തിരിച്ച് ജോർജ് കുട്ടി വീട്ടിലൊരു 4:30-ക്കെങ്കിലും എത്തണം. അപ്പോൾ ജോർജ് കുട്ടിക്ക് ബോഡി ഡിസ്പോസ് ചെയ്തിട്ട് വരാനുള്ള സമയം അയാളുടെ ക്രൈം ടൈം എന്ന് പറയുന്നത് 3.5 hours. हाँ ഇതിൽ 1.5 മണിക്കൂർ സമയം ബോഡി കുഴിച്ചിടും, ബാക്കി 2 മണിക്കൂർ അപ്പം hours. അതിനർത്ഥം ഓരോ हाँ മണിക്കൂർ ब्रेक അങ്ങോട്ടും डाउन ഇങ്ങോട്ടും. किया है ഈ അസംഷൻ ശരിയാണ്. ജോർജ് കുട്ടി അയാളുടെ വീട്ടിന്റെ ഒരു 50 किलोमीटर के और अंदर 50 किलोमीटर तो बहुत बढ़िया, बहुत बड़ा है. സർ इतने में कैसे ढूंढोगे? എങ്ങനെ പറയാൻ പറ്റും? ഒരുപക്ഷെ അതൊരു 5:30 हाँ. 6 പിറ്റേ ദിവസം രാവിലെ, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി രാത്രി 5:45 बसലാണ് ജോർജ് കുട്ടി उन्होंने 6 की बस ली थी. ये टिकट हो गए ना उनके ആ पास ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് 4-5 ദിവസങ്ങളിൽ आधा घंटा कम से पहले कम, तो हाँ. गया होगा पड़ेगा. हाँ അങ്ങനെ വരുമ്പോൾ അയാൾ ആ സമയത്താണ് എത്തിയതെങ്കിൽ അയാൾ പോയത് അവരറിയില്ല. അതുകൊണ്ട് 4:30-ക്കെങ്കിലും 4:30 तक आ ही गया है. क्या फिगर आउट किया? ഭർത്താവ് എഴുന്നേറ്റ് പോയാൽ ഭാര്യ അത് എപ്പോഴെങ്കിലും അറിയില്ലേ? സർ ആ സംഭവത്തിന് ശേഷം 6 മാസത്തോളം റാണി ആ കുട്ടികളുടെ കൂടെ ഓ. ഇരുന്നു. अलग सो रहे അത് थे മാത്രമല്ല മൂത്ത മകൾ അഞ്ജു പല രാത്രികളിലും പേടിച്ച് കരഞ്ഞിരുന്നുവെന്ന് റാണി എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. സാർ എനിക്ക് തോന്നുന്നത് ഈ 50 കിലോമീറ്റർ റേഡിയസ് ഒന്നും വരില്ല എന്ന്. സാറ് പറയുന്ന ഈ സമയങ്ങൾ ഒരു മനുഷ്യൻ നോർമൽ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ വേണ്ടി വരുന്നതാണ്. പക്ഷെ ഒരു രാത്രി അബ്സല്യൂട്ട്ലി ചിലപ്പോ അയാൾ അധികം ദൂരം പോയിട്ടുണ്ടാവും. पास ही. ചിലപ്പോൾ 11 മണിക്ക് അവിടുന്ന് പോയി 3 മണിക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവും. ക്വൈറ്റ് പോസിബിൾ. बहुत അയാളുടെ पॉसिबिलिटी രാത്രി മൂവ്മെന്റ്സ് നമ്മൾ അന്വേഷിച്ചിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഫലമൊന്നുമില്ല. നമ്മുടെ ഒരു സോളിഡ് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അയാൾ ഈ കേബിൾ ടി വി നന്നാക്കാനൊക്കെ പോകാനുള്ളതുകൊണ്ട് ഒരുപാട് പേര് അയാളുടെ രാത്രികാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. നൗ വി ഹാവ് എ സോളിഡ് ഡേറ്റ്. ഫിലിപ്പ് അത് വെച്ചിട്ടൊന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കണം. സർ ഇൻ ദ മീൻ വൈൽ യു ടു പുഷ് ഹർ ഹാർഡ്. अरे यार ശ്രദ്ധ മുഴുവൻ ഇപ്പോഴാണ് ഫിലിം പ്രൊഡക്ഷൻ. ഒരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് നല്ലതാണ്. ആര് പറഞ്ഞു നല്ലതെന്ന്? अब मैं उस लड़की को वैसे नहीं देख पाऊंगा कभी भी. പിന്നെ എഡിറ്റിംഗ് പോരാ. वो कितनी नॉर्मल सी दिखने वाली है ഹലോ, ദുബായിലുള്ള ടീമായിട്ട് ഫോണിൽ സംസാരിച്ചു. ആ. പുള്ളിക്കാരന് പ്രൊഡക്ഷനിൽ പങ്കാളിയാവാൻ താല്പര്യമുണ്ട്. ഈ 2 മാസത്തിനുള്ള ആളെയും വരും, നേരിട്ടിരുന്ന് സംസാരിക്കാൻ നോക്കും. ये भी तो मिला हुआ नहीं है അങ്ങനെ എന്റെ सब पे शक हो रहा ജീവിതത്തിലെ है ഏറ്റവും വലിയ സ്വപ്ന और സാക്ഷാത്കരിക്കും. बात तो एक वही करता है मूवी की. നമ്മൾ മനുഷ്യർ എന്തെങ്കിലും हर बार बोलता है 2 महीने തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ നമുക്ക് നേടാനാകും. നമ്മളൊരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. എപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. അപ്പോൾ Positive നമുക്ക് thoughts. നല്ലത് മാത്രമേ സംഭവിക്കൂ. ഞാൻ നോക്കിക്കോ, ഞാൻ ഈ മലയാള സിനിമയിൽ വെലസ് वापस ആരെങ്കിലും पुलिस की गाड़ी നിങ്ങളല്ലേ ഏരിയയിലെ പത്ര ഏജന്റ്? അതെ, എത്ര വർഷമായി? ഒരു 10 വർഷമായി. നിങ്ങൾക്ക് എത്ര മണിക്കാ പത്രം കിട്ടുന്നത്? രാവിലെ ഒരു 3 മണിയാകുമ്പോൾ പണി വരും. അവിടെ നിന്ന് പിള്ളേർ അത് കളക്ട് ചെയ്ത് വീടുകളിൽ ओ इसने देखा होगा, ये सुबह सुबह जाता है. 2013 ഓഗസ്റ്റ് മാസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരുടെ ഡീറ്റെയിൽസ്. और इतना पुराना किसको याद होगा कि मैंने इनको जाते हुए देखा था? बहुत टफ है 6 साल भाई, पहले का. ये लोग तो देख क्या कर रहे हैं उनके घर पे वायर कर रखा है इन लोगों ने. എത്ര മണിക്കാ ഇവിടെ പാലെടുത്ത് കൊടുക്കുന്നത്? രാവിലെ 5:30 മുതൽ വരണ്ടു. അത് രാവിലെ പാല് തരുന്നവരുടെ ഒരു ലിസ്റ്റ് വേണം. ഇപ്പോഴത്തെ ഊസർ ഈ സംഭവം നടന്ന സമയത്ത് നാട്ടുകാർക്കൊക്കെ അവരോട് സിമ്പതിയായി. ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, സഹദേവൻ. सहदेवन. അവനാ ജോർജ് കുട്ടിയുടെ ഇളയ മകളെ തല്ലിയത് കാരണം മൊത്തം ജനം ഒന്ന് ഹോസ്റ്റലിലായി. ഒരൊറ്റ ഒരുത്തരല്ലായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കുക. ഈ മരുന്ന് കാരണം അസൂയാണ് സാർ. ജോർജ് കുട്ടിയുടെ വളർച്ച അതാർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. अच्छा वो अमीर बन गए तो लोग चिढ़ने लग गए. ജോർജുട്ടിയും കുടുംബവുമാണ് വരുണിനെ കൊന്നതെന്ന് ഇപ്പൊ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ 6-7 വർഷമായില്ലേ സാർ? ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും यही तो അവരെ बात ये है। मेन बात है. कैसे याद होगा ശ്രമിച്ചു നോക്കണം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടെങ്കിൽ ओ बस एक आदमी है जिसको शायद याद हो. ये ജോസ് കാണാൻ പോകുന്നോട്ട് എന്തായി? അവൻ ചെന്നൈക്ക് പോയിക്കോ, വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞു. എത്രയും വേഗം അവർക്ക് മോന് ചെലവിന് കൊടുക്കാൻ നോക്ക്. അപ്പൊ കാര്യങ്ങളൊക്കെ താനേ ശരിയായി. आ गई पुलिस കാഞ്ഞിരത്തെങ്കിൽ വീടേതാ? കാലത്തിന് വീട്ടുകാർ കുറേ ഉണ്ട് ഇവിടെ. ഒരു 5-6 വർഷം മുമ്പ് പത്രം കിട്ടി കിടന്ന ഒരു പുരുഷൻ, അയാളിപ്പോ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി കിടന്ന
ഓ പുരുഷാട്ടിന്റെ വീട് അതിവിടെ കുറച്ച് മുന്നോട്ട് പോകും. ഇവിടെ അടുത്ത സ്ഥലം നാലാമത്തെ ഇല്ല സർ, പത്രം ഇടുന്നവരും പാല് വിൽക്കുന്നവരോട് സംസാരിച്ചു. किसी ने नहीं देखा, ആരും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. जिससे देखा है तुमने उससे रास्ता पूछा है. വർഷമായില്ലേ? हाँ പലർക്കും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഓഗസ്റ്റ് 3-ാം തീയതി ജോർജ് കുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു ക്ലബിന്റെ വാർഷികാഘോഷം ഉണ്ടായി. അന്ന് അവിടെ രാത്രി ഒരു നാടകമുണ്ടായി. അത് തീർന്നപ്പോ ഏതാണ്ട് രാത്രി 12 മണിയായി. ജോർജ് കുട്ടിയുടെ വീടിന്റെ പരിസരത്തും ജോർജ് കുട്ടി രാത്രി യാത്ര ചെയ്യിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നുമായി ഏകദേശം 60ഓളം പേര് ഈ നാടകം കാണാൻ വന്നു. അവരെ ഓരോരുത്തരെയും നേരിൽ കണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. क्या हो गया? ओह, पुलिस की गाड़ी. ये नेबर्स രമേശ് അല്ലേ? അതെ സാർ. അന്ന് നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ റജിയുടെ അനിയൻ വന്ന് റജിയെ കൂട്ടിക്കൊണ്ടുപോയി. ആ ശരിയായിരിക്കും, പക്ഷെ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഓഗസ്റ്റ് 3-ആണെന്നാ റജി പറഞ്ഞു. അപ്പൊ ശരിയായിരിക്കും. അന്ന് എപ്പോഴാ നാടകം കഴിഞ്ഞത്? ഒരു 12 മണി കഴിഞ്ഞാണ്. നിങ്ങൾ എങ്ങനെയാ വന്നത്? തിരിച്ച് നടന്നു വന്നോ വണ്ടിയിൽ വന്നോ? ഞങ്ങൾ നടന്നാവുന്നേ. ആ മടക്കയാത്രയിൽ ജോർജ് കുട്ടി ജീപ്പുമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ജോർജ് കുട്ടി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ആ അതെ. കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആ, हाँ നിങ്ങൾ അന്ന് കണ്ടായിരുന്നു? നടന്നു വന്നപ്പം ഇല്ല സാർ, കണ്ടില്ല. नहीं देखा. ആ അന്നല്ലേ റിജോയ്ക്ക് ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ओले. 4 बजे. ओह, ആ ശരിയാ സാർ. അന്ന് പുലർച്ചെ ഒരു 4 മണിയോടുകൂടി ജോർജ് കുട്ടിയുടെ ജീപ്പ് വീടിനുള്ളിലേക്ക് ओह, Oh. ओह नो, मिल दिन का गया. चीज सही निकली कि 4 बजे वो वापस आया था. പറഞ്ഞതല്ലേ അവൻ ഈ രാത്രിയിൽ കൊണ്ടുപോകണ്ടെന്ന്. ഇത് തണുപ്പടിച്ചിട്ടാണെന്നാ തോന്നണേ. ഇത് ഇൻഹേലർ ഒന്നും നിൽക്കൂലാന്നേ. നിങ്ങൾ ഏതെങ്കിലും ഒരു और इन्हें भी ये दिन इसलिए याद है क्योंकि ये वो अस्थमा अटैक हुआ तो वो दिन याद रहता है. हाँ और देखा होगा इन्होंने नीचे और यहाँ से देखा होगा. ओह, मतलब 4 बजे तक वापस आ गए थे. किसी को झलक याद रह जाती है. നിങ്ങളെന്താ ഇവരെ നേരത്തെ പോലീസ് അന്വേഷണം പറയായിരുന്നത്? പോലീസ് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ബാങ്കിലാ ജോലി. ആ സമയത്ത് ഞാൻ കോഴിക്കോടായിരുന്നു. ओले. ഫാമിലി ഇവിടെ ആയതുകൊണ്ട് വീക്കെൻഡിലേ വരാറുള്ളൂ. ആ റോഡ് എങ്ങോട്ട് പോകുന്ന? അത് ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസ് ഇരിക്കുന്ന ജംഗ്ഷനിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാ സാർ. ആ റോഡ് ടാർ ചെയ്തിട്ട് 3 വർഷമായിരുന്നു. शॉर्टकट. ആ സമയത്ത് ആ റോഡ് വളരെ മോശമായിരുന്നു. ആ റോഡരിയിൽ എന്തൊക്കെയാണ്? ഒരു പള്ളിയുണ്ട്, സെന്റ് ജോസഫ് ചർച്ച്. चर्च है. ഒരു റബ്ബർ തോട്ടങ്ങളാണ് സാർ. कितना आसान रास्ता है यहाँ से. मैं कभी गुम नहीं हो सकती. ഇനി ആ റബ്ബർ തോട്ടത്തിൽ എങ്ങനെയാണോ? ആ സാധ്യതയെ ഞാൻ ചിന്തിച്ചു. പക്ഷേ 15 വർഷമായ റബ്ബർ മരങ്ങളാണ്. 15 years old. അപ്പൊ 6 വർഷം മുമ്പ് പറയുമ്പോൾ Possible नहीं है. സ്ഥിരമായി ടാപ്പ് ചെയ്യുന്ന മരങ്ങൾ. അങ്ങനെ ഒരു സ്ഥലത്ത് പുതുതായി ഒരു കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ पता लग ही जाता. അത് ടാപ്പിംഗ് ആറ് ശ്രദ്ധയിൽപ്പെടുമല്ലോ. സി ഒരു പ്ലാനിങ്ങിന് അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫെമിലിയർ ലൊക്കേഷൻസിലെ അയാൾ കുഴിച്ചിടാൻ സാധ്യതയുണ്ട്. സാർ, എനിക്കൊരു സംശയം. സരിത, സർ. ഇതൊരിക്കലും പോലീസ് കണ്ടെത്തില്ലെന്ന് ജോർജ് കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നല്ലേ ആ സ്ത്രീയുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും. Yes, सही है, out of सही the है. box सोचो. സെന്റ് ജോസഫ് പള്ളി സെമിത്തേരി. Oh, ओह वहाँ पे. सिमेट्री में क्यों बरी करेगा? രാത്രി കാലങ്ങളിൽ ആരും ചെല്ലാത്ത സ്ഥലം. ओह. സാർ, ഇത് സത്യമാണെങ്കിൽ നമ്മൾ ശരിക്കും വിഷമിക്കും. नहीं क्योंकि तुम मुर्दे थोड़ी निकाल सकते हो जा जाके. അത് സത്യമാണെന്ന് അറിയാൻ ഒരു വഴി. Oh, यही होती है क्या इनके साथ ऑल द टाइम? एक ही तो दोस्त है. വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല അല്ലേ? അതെ. क्या हो गया? पुलिस अब ये रिएक्शन देखेगी. वो जान के करती है ऐसा. ചേച്ചി, അത് ചേച്ചി അന്വേഷിച്ച് വരുന്നൊന്നുമല്ല. ഇവൻ പേടിക്കില്ല. और उस टाइम पे ये एकदम केयरिंग बन जाती है कि आपके साथ नहीं हो रहा है, आप क्यों ऐसे डर रहे हो? वो ट्रस्ट कर रही है उसमें, और बता फिर वो भी बोल रही देते है. हैं, मेरे को पता है क्यों डर लगता है. यार ये
सरिता और साबू का ना मुझे बिल्कुल एक्सपेक्टेड नहीं था। मतलब 6 साल हो चुके इस चीज़ को, स्टिल पुलिस इतनी स्ट्रांगली इस केस पे इन्वेस्टिगेट कर रही है, और वो जो पुलिस ऑफिसर थे उनने इतने परफेक्टली उस पूरी सिनेरियो को, पूरी सारी डेट्स को किस तरीके से यार एकदम आगे रख दिया ना लाके, बहुत ही सरप्राइजिंग था। डेट से ज़्यादा तो टाइम कि भाई वो 4 साढ़े 4 तक ही आए होंगे, और फिर उसका प्रूफ भी हो गया कि भाई हाँ वो उसी टाइम पे आए हुए हैं। बिकॉज देखा जाए तो ये बहुत ही मिस्ट्री ही है कि कब आए होंगे, क्या आए होंगे, और अब उनको जाके वो डिटेल्स मिल रही हैं। और कैसे वो कह रहे थे ना कि भाई लोग अब उनसे जेलस होते हैं, पहले जॉर्ज कुटी के साथ थे जब तक वो गरीब थे, पर अब वो अमीर होते जा रहे हैं तो सब जॉर्ज कुटी से जलने लग गए हैं। उस रात ना वो आंटी बिल्कुल वो सच बोलने ही वाली थी, पर वो कैसे ना कैसे करके रुक गई। मुझे लगता है यार सरिता ना जानबूझ के ये दोस्ती को गहरा करती जा रही है। और ऑल्सो पहले ना मुझे लगता था कि ये जो पहले वाली मैम थी, वो फर्स्ट पार्ट वाली मैम, वही सबसे बेस्ट पुलिस ऑफिसर है, पर इनको देख के मुझे लग रहा है भाई सब इनके पीछे पड़े हुए हैं। तो भाई आप लोगों को सीन कैसा लगा कमेंट सेक्शन में जरूर बताया करते, लाइक करते जाए, कमेंट करते जाए, शेयर करते जाए, और सब्सक्राइब करिए। बाय।